ശബരിമലയിലെ സ്വർണ്ണപ്പാളി പുതുക്കലുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാറിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും കേരള രാഷ്ട്രീയത്തിലും ദേവസ്വം ഭരണരംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേസിലെ അന്വേഷണ സംഘമായ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വിജയകുമാർ നൽകിയ മൊഴികൾ ഭരണകക്ഷിയായ CPM-നെയും അന്നത്തെ ബോർഡ് നേതൃത്വത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാടിയിലും സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടിൽ തനിക്ക് നേരിട്ട് പങ്കില്ലെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരം കണ്ണടച്ച് ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തതെന്നുമാണ് വിജയകുമാറിന്റെ പ്രധാന വാദം. പത്മകുമാറിനെ സഖാവ് എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് വിജയകുമാർ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നത്. പാർട്ടി നിർദ്ദേശമോ മുതിർന്ന നേതാവായ പത്മകുമാറിന്റെ വാക്കോ വിശ്വസിച്ച് രേഖകൾ വിശദമായി പരിശോധിക്കാതെ ഒപ്പിട്ടത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും അഴിമതിയിൽ തനിക്ക് ലാഭവിഹിതം ലഭിച്ചിട്ടില്ലെന്നാണ് വിജയകുമാർ അവകാശപ്പെടുന്നത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വിജയകുമാറിനെതിരെ അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പണികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും പത്മകുമാറാണ് എടുത്തതെന്നും ബോർഡ് യോഗങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അപ്പടി വിശ്വസിക്കുകയായിരുന്നു പതിവെന്നും വിജയകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ വിജയകുമാറിന്റെ ഈ വാദങ്ങൾ അവിശ്വസനീയമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലപാട്. ബോർഡ് അംഗം എന്ന നിലയിൽ ഓരോ ഫയലുകളും പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി വൻതുകയുടെ ക്രമക്കേട് നടക്കുമ്പോൾ അറിഞ്ഞില്ലെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്നും SIT ചൂണ്ടിക്കാട്ടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടാക്കാൻ വിജയകുമാർ കൂട്ടുനിന്നുവെന്നും ഇതിലൂടെ ദേവസ്വം ബോർഡിന് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചുവെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കട്ടിളപ്പാളി കേസിൽ 12ാം പ്രതിയും ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ 15ാം പ്രതിയുമാണ് നിലവിൽ വിജയകുമാർ. ദീർഘനാളത്തെ ഒളിച്ചുകളിക്ക് ഒടുവിലാണ് വിജയകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത വിമർശനങ്ങളാണ് പോലീസിനെ നടപടി വേഗത്തിലാക്കാൻ പ്രേരിപ്പിച്ചത്. വിജയകുമാറിനെയും മറ്റൊരു ബോർഡംഗമായ KP ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച മുതിർന്ന അഭിഭാഷകർ മുഖേനയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശം ലഭിച്ചതോടെയാണ് കീഴടങ്ങാൻ വിജയകുമാർ തീരുമാനിച്ചത്. ശാരീരികമായ അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദവും താങ്ങാനാവുന്നില്ലെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷമാണ് അദ്ദേഹം അഭിഭാഷകനോടൊപ്പം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത്. തുടർന്ന് നടന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ പത്മകുമാറിനെതിരെ മൊഴി നൽകിയെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു. അതേസമയം വിജയകുമാറിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വർണ്ണപ്പാളി പുതുക്കുന്നതും ശില്പങ്ങൾ സ്വർണം പൂശുന്നതും പത്മകുമാർ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമല്ലെന്നും മറിച്ച് അന്നത്തെ ബോർഡ് അംഗങ്ങളായ വിജയകുമാറും ശങ്കരദാസനും അറിഞ്ഞുകൊണ്ടാണ് എടുത്തതെന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. 2019 നടന്ന ഈ ഇടപാടുകളിൽ ബോർഡിന് മൊത്തത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും വ്യക്തിപരമായ തീരുമാനങ്ങളല്ല ഇതെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. എന്നാൽ രേഖകളിൽ കൃത്രിമം കാണിച്ചും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തും നടന്ന ഈ അഴിമതിയിൽ ബോർഡ് അംഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര കലഹം ഇപ്പോൾ പുറത്തു വരുന്നത് ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നു. CPM തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗമായ വിജയകുമാറിന്റെ അറസ്റ്റ് പാർട്ടിക്കും വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പ്രതിരോധത്തിലായ പാർട്ടിക്ക് സ്വന്തം അംഗം തന്നെ അഴിമതി കേസിൽ പ്രതിയായത് രാഷ്ട്രീയമായി വലിയ ആയുധമാണ് പ്രതിപക്ഷത്തിന് നൽകുന്നത്. അഴിമതിയിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കുമ്പോഴും പത്മകുമാറും വിജയകുമാറും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പാർട്ടി അണികൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ KP ശങ്കരദാസ് നിലവിൽ ചികിത്സയിലാണെന്ന കാരണത്താൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ശങ്കരദാസിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘം അടുത്തതായി എന്ത് നീക്കം നടത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ ഭാവി. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശബരിമലയിലെ പവിത്രമായ ആഭരണങ്ങളും ശില്പങ്ങളും കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചയുണ്ടെന്നും ഇതിന് പിന്നിൽ വൻ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ട് ശരിവെക്കുന്നു. പത്മകുമാറിന്റെയും വിജയകുമാറിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാൻ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും പോലീസ് ആരായുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ടായേക്കാമെന്നാണ് സൂചനകൾ നൽകുന്നത്. ഭരണതലത്തിലുള്ള ഇടപെടലുകൾ അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഭക്തർക്കിടയിൽ ഉണ്ടെങ്കിലും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം കേസിൽ വ്യക്തമായ ഫലം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം.